ജബൽപൂരിൽ മലയാളി വൈദികർക്കെതിരായ സംഘപരിവാർ ആക്രമണം ഉന്നയിച്ച മാധ്യമപ്രവർത്തകരോടാണ് സുരേഷ് ഗോപി തട്ടിക്കയറിയത്. ജബൽപൂരിലുണ്ടായ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സംഭവമാണെന്നായിരുന്നു ആദ്യ പ്രതികരണം. പിന്നീട് ക്ഷോഭിക്കുകയും ജോൺ ബ്രിട്ടാസ് എംപിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തുകയും ചെയ്തു. ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനൽ? ബെസ്റ്റ്. ഏതാ? സൗകര്യമില്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങൾ അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്. നല്ല ഭാഷയും നല്ല മര്യാദയും സുരേഷ് ഗോപിയുടെ സഹാനുഭൂതി കാണിക്കണമെന്നും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ നൽകാൻ രാജീവ് ചന്ദ്രശേഖർ മുൻകൈ എടുക്കണമെന്നും ജോൺ ബ്രിട്ടാസ് എം പി മറുപടി നൽകി. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നടനകലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കാം. അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു വീര്യമുണ്ട്, അല്ലെങ്കിൽ ഉഷിരുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത്, രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂപ്പർക്കുണ്ട്. ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ മീഡിയയുടെ ഇതിവൃത്തങ്ങളൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹം തന്നെ മുൻകൈ എടുത്തിട്ട് ഈ രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇതിനിടെ വൈദികർക്കെതിരായ ആക്രമണത്തിൽ പോലീസ് കേസെടുത്തു. സംഭവം വിവാദമായതിനു പിന്നാലെയാണ് പോലീസ് നടപടി. പോലീസ് നോക്കി നിൽക്കുകയാണ് VHP പ്രവർത്തകർ വൈദികരെ മർദ്ദിച്ചത്. ജോയ്സ് ഡാനിയൽ വിവരങ്ങളുമായി. ജോയ്സ്, തൃശ്ശൂരിൽ നിന്നുള്ള വൈദികനടക്കമാണ് മർദ്ദനമേറ്റത്. പള്ളികൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ കേസെടുത്തിരിക്കുന്നു. ഈ ചോദ്യം ചോദിച്ചതിനാണ് നിങ്ങളാരാ എന്ന മറു ചോദ്യം സഹമന്ത്രി സുരേഷ് ഗോപി ഉന്നയിച്ചത്. സ്മൃതി, മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രൈസ്തവ വിഭാഗത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഏറ്റവും ഒടുവിൽ ജബൽപൂർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട FIR ഇട്ടെന്നും ഈ സംഭവവുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്ന ആളുകളെ തിരിച്ചറിഞ്ഞെന്നുമാണ് ഏറ്റവും ഒടുവിൽ പോലീസ് വ്യക്തമാക്കിയത്. ഏതായാലും ഏറ്റവും ഒടുവിൽ പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ തന്നെ വലിയ പ്രതിഷേധം കണ്ട സംഭവത്തിലാണ് ഏറ്റവും ഒടുവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നതെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതിനപ്പുറം തന്നെ രൂപതയുമായി ബന്ധപ്പെട്ട വൈദികർ ഈ വിഷയത്തിൽ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഇരിക്കെയാണ് പോലീസിന്റെ തിടുക്കപ്പെട്ടൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇന്നും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വലിയ വാഗ്വാദമാണ് ഇന്നുണ്ടായത്. പ്രധാനമായും സുരേഷ് ഗോപിയെ തന്നെയാണ് ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുന്ന ഒരു നിലപാട് ഇന്ന് സ്വീകരിച്ചത്. ഈ വിഷയം ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തനിക്ക് സൗകര്യമില്ലെന്നും തങ്ങൾ ആരാണെന്നൊക്കെയുള്ള മറു ചോദ്യങ്ങളാണ് സുരേഷ് ഗോപി ഇന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞത്, സുരേഷ് ഗോപിക്ക് ഇപ്പോൾ വേണ്ടത് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെയാണ്, അത് രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സിനിമാ ഡയലോഗുകളൊക്കെ തന്നെ ഒരു പൊളിറ്റിക്കൽ ഡയലോഗുകളാക്കി മാറ്റി അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളൊരു പരിഹാസ രൂപേണയുള്ള ഒരു പരാമർശമാണ് ഈ വിഷയത്തിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് നടത്തിയത്. അതേസമയം KC വേണുഗോപാൽ ഈ വിഷയത്തിൽ പറഞ്ഞത്, ആശാ സമരവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഒരു ഉറപ്പ് നൽകിയിരുന്നു, കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന്. എന്തായി ആ ഉറപ്പ് എന്ന് ചോദിക്കുന്നു. ജബൽപൂർ വിഷയത്തിൽ അങ്ങനെ സുരേഷ് ഗോപി പറയുന്ന കാര്യങ്ങൾ അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ വരും ദിവസങ്ങളിലും പരസ്യ പ്രതിഷേധങ്ങൾക്കൊപ്പം തന്നെ പരസ്യ പ്രതികരണങ്ങളും കൂടി വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സ്മൃതി.